ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട, കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കണത്. പൊടിച്ച് തന്നെ വേണം. ഇനി നമുക്കതിലേക്ക് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഡാർക്ക് കൊക്കോ പൗഡർ ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ തരി പോലത്തെ വരും. അതുകൊണ്ടാണ് പഞ്ചസാര നല്ലോണം പൊടിയണമെന്ന് പറയുന്നത്. എന്തോരം നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുമോ അത്രയും പൊടിച്ചോ. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമുക്കൊരു പകുതി വെള്ളം വെച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗളും കൂടി വെച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കുക. അഥവാ ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, അതുപോലെ നെയ്യ് ഉപയോഗിക്കുക കേട്ടോ. ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം മെൽറ്റായി വരണം ബട്ടർ. അപ്പോൾ ഇതാ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ബട്ടർ മെൽറ്റായി തുടങ്ങി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡറും പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് തീ സിമ്മിലായിരിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കട്ടി പോലെ ഒന്ന് തോന്നി, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഐസ് വെക്കണ ട്രേ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്കിതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് മോൾഡിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിക്കുന്നതിന് മുന്നേ അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ ഒഴിക്കരുത്, പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുൾ ഒഴിച്ചാൽ എല്ലായിടത്തും സ്പ്രെഡാവും. അപ്പോൾ നമുക്കെല്ലാം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെയും അതുപോലെ ഐസിൻ്റെ ട്രേ ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ ബൗളിലായാലും നമുക്ക് ഒഴിച്ച് ഫീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോളും. ഇനി നമുക്കിതൊന്ന് ഫീസറിൽ വെച്ച് 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോഴേക്കൊന്ന് സെറ്റായി വന്നോളും. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ എടുത്താൽ മതി. കണ്ടില്ലേ, നല്ല അടിപൊളി ചോക്ലേറ്റാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നല്ല ഡിസൈനൊക്കെ ഉള്ള ഒരു അടിപൊളി ചോക്ലേറ്റാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.